ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് ഇന്ന് നിഫ്റ്റി മൂവ്മെന്റിന് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 3/12/2024 ചൊവ്വാഴ്ച 24,445 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഒരു 43 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 24,488 പോയിന്റ് മൂവ് ചെയ്തിരുന്നു. ഇന്നത്തെ ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം 207 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ലഭിച്ചത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിനടുത്താണ് 504 ആയിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയത്. പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് വേണം പറയാൻ. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ പെട്ടെന്ന് ഡൗൺ സൈഡിൽ വന്നു, റിവേഴ്സായി ഒരു ഡോജി ക്യാൻഡിലായി ക്ലോസ് ആയി. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെയായിരുന്നു നമ്മൾക്ക് ലഭിച്ച മൂവ്മെന്റ്. അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ആദ്യത്തെ ടാർഗറ്റ്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ നല്ല ഒരു ട്രേഡിംഗ് അവസരമാണ് ലഭിച്ചത്. എൻറ്റർ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് ഒരു കാമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് സാമാന്യം നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയ 2 ലെവലുകൾക്ക് മുകളിലാണ് പ്രൈസ് എത്തിയത്. അവിടെ നിന്ന് തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണക്കാക്കി തൊട്ട് താഴെയുള്ള ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആയി കരുതാമെന്ന് കരുതിയവർക്ക് ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ലഭിക്കേണ്ടത്. പ്രൈസ് എത്ര ശ്രമിച്ചിട്ടും അതിന് മുകളിലോട്ട് കടക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയവർക്ക് ഒരു സെല്ലിംഗ് പ്രഷർ. ഇത്രയും ദിവസമായി പ്രോഫിറ്റ് നല്ല രീതിയിൽ അപ്വേർഡ് ആണ്, എന്നാൽ ഇന്ന് വളരെ പെട്ടെന്ന് മൂവ് ചെയ്തു, ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും ഇവിടെ നിന്നും ഈ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആകാനും പ്രോഫിറ്റിലോ അല്ലെങ്കിൽ കോസ്റ്റോ എക്സിറ്റ് ആവാനുമോ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ തിരിച്ചറിഞ്ഞ് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും അത്തരത്തിൽ ഇത് ചിന്തിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ട്രേഡ് ചെയ്തു പോരുന്നവർക്ക് ലെവൽ മാറുമ്പോൾ തീർച്ചയായും മനസ്സിലാവേണ്ടതാണ്. ആ തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഹോൾഡ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരൊറ്റ ജെർക്കാണ് താഴോട്ട്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നമുക്ക് ആദ്യം നൽകേണ്ട ടാർഗറ്റ് ലെവലാണ്. അതിന് താഴെ വന്ന് ക്ലോസ് ആയില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ആ ഏരിയയിലോട്ട് പ്രൈസ് എത്തുകയായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ അത്രയും ഒരു ഫാളാണ് സംഭവിച്ചത്. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഒരു ഫർദർ ഫാളിന് പകരം പ്രൈസ് തിരിച്ചു കയറുകയാണ് ഉണ്ടായത്. ഇതും പ്രൈസ് ആക്ഷൻ പ്രകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കോൾ ഓപ്ഷൻ ചെയ്യാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കോൾ ചെയ്ത പലരും പ്രോഫിറ്റ് തന്നിരുന്നു. ചിലരുടെ എല്ലാം ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഏരിയയിലെത്തി എവിടെ നിന്നാണോ പ്രൈസ് ബ്രേക്കായി ഡൗൺ സൈഡിലോട്ട് പോകുന്നത് ആ ഏരിയയിൽ എത്തിയപ്പോൾ വീണ്ടും സെല്ലിംഗ് പ്രഷർ തിരിച്ചറിയുന്നവർക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങും ചെറിയ ക്യാൻഡിലുകൾ രൂപപ്പെടുമ്പോൾ തന്നെ സെല്ലിംഗ് പ്രഷറിന് സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്ക് വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും വീണ്ടും ഒരു നല്ല ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി ട്രേഡ് ചെയ്തവർക്ക് പോസിബിൾ ആയിരുന്നു ട്രേഡിംഗ്. എന്നാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് കരുതാതെ ഇരുന്നവർക്ക് വളരെ വേഗത്തിൽ നല്ലൊരു ലോസ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് പേടി കുടുങ്ങി എക്സിറ്റ് ആവാതെ ഒരു നിമിഷം വാച്ച് ചെയ്യാൻ ശ്രമിച്ചവർക്ക് ഒരു പരിധി വരെ അവരുടെ ലോസ് കുറഞ്ഞ ഒരു ലെവലിൽ എക്സിറ്റ് ആവാനും അതല്ലെങ്കിൽ ഒന്ന് ആവറേജ് ചെയ്യാനുള്ള തിരിച്ചറിവ്, അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് ഒന്ന് ആവറേജ് ചെയ്യാൻ ഉള്ള ഒരു സാധ്യത ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് പ്രോഫിറ്റിൽ തന്നെ ആ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലെല്ലാം ട്രേഡ് ചെയ്തവർ എനിക്ക് PL അയച്ചിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതിനുള്ള കാര്യം. എന്നാൽ പലർക്കും ഈ ലെവൽ അത്ര കൃത്യമായി മനസ്സിലാകാതെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ഇന്നത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 24,442 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഡേയ്സ് ലോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ
ഇന്നത്തെ ഉയരത്തിന് അടുത്ത് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24,557 തൊട്ട് മുകളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്തു. കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പതിയെ പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെയാണ്. അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ 24,366 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അവിടുന്ന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു. 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് ഒരു ക്ലോസിംഗ് ബേസിസ് വരുന്നു എന്ന് കണ്ടാൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. കാണാമെന്ന് കരുതുന്നു. 53,162 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 53,816 എന്ന ലെവൽ തന്നെയാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരവും ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനോട് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 53,585 816 എന്നിവ 816 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് ക്ലോസ് ചെയ്യുന്ന പക്ഷം 54,152 എന്ന ലെവല് മറ്റൊരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് ഇന്നത്തെ ലോ 52,884 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ വീണ്ടും പ്രൈസ് അല്പം വീക്ക് ആയേക്കാമെന്നാണ് ചിന്തിക്കുക. എന്നാൽ 52,729 അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിന് താഴെ ക്ലോസ് ആയാൽ 52,561 എന്ന ലെവലിന് താഴെ ക്ലോസ് ആയാൽ കൂടുതൽ വീക്ക്നെസ് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് കാണുന്നവ. ഇവയിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ലെവലുകളാണ്. അതുപോലെ 80,875 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 81,354 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരത്തിന് ഞാനിവിടെ 81,228 എന്ന ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 228 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ആണെങ്കിൽ ക്ലോസ് ആവുന്നുവെങ്കിൽ ഗ്രാജുവലി 81,354 എന്ന മെയിൻ റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയും വീണ്ടും ഡിക്ലൈൻ കിട്ടിയാൽ അപ്പ് മൂവ് തന്നെ തരുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലുകൾ ക്ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് അഥവാ സപ്പോർട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അതിൽ 79,930 എന്നത് അല്പം സ്ട്രോങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 79,405 ഇതിനിടയിലുള്ള ലെവലുകൾ മൈനർ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് 3 ഇൻഡെക്സുകളിലേക്കും നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി തയ്യാറാക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ യാതൊരു വിധത്തിലും ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന കമ്പനിയോ അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാനുകൾ എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.